ഇവിടെ ഇപ്പോ CPM-ന്റെയും DYFI-യുടെയും ഒക്കെ നേതാക്കന്മാർ സൂചിപ്പിച്ചു, നമ്മുടെ രാജ്യം ഒരു വലിയ സമര പോരാട്ടങ്ങൾ കണ്ട് അതിന്റെ വിജയം കണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോ. ആ വിജയത്തിൽ പരാജയപ്പെട്ടത് രാജ്യത്തെ സംഘപരിവാരാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി രാജ്യത്തെ ഏകാധിപതികളെപ്പോലെ ഭരണം നടത്തി എന്ത് തോന്നിവാസവും ചെയ്യാം എന്ന നിലക്ക് മുന്നോട്ടു പോകുകയായിരുന്നു സംഘപരിവാർ. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ കണ്ണീര് വിൽപ്പന നടത്തി പരീക്ഷകളെല്ലാം താറുമാറാക്കി അഹങ്കാരത്തോടുകൂടി മുന്നോട്ടു പോയ സംഘപരിവാറിന് കഴിഞ്ഞ ദിവസം രാജ്യത്തെ യുവജന വിദ്യാർത്ഥി പോരാളികൾക്ക് മുമ്പിൽ മാപ്പ് പറയേണ്ടി വന്നു, മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളത് അവർക്കുണ്ടാക്കിയ ജാള്യത ചെറുതല്ല, വലിയ പ്രയാസമാണ് ഉണ്ടാക്കിയത്. ആ സമരത്തെ അവര് തീവ്രവാദികളുടെ സമരമെന്ന്, ഭീകരവാദികളുടെ സമരമെന്ന് എന്നൊക്കെ വിളിച്ചാക്ഷേപിക്കാൻ അവർ ശ്രമിച്ചു. നമ്മൾ അതെല്ലാം കണ്ടു. രാജ്യം, ഈ പോരാളികൾ അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയി. ആ സമരത്തിന്റെ മുമ്പിൽ രാജ്യത്തെ സംഘപരിവാർ മുട്ടുമടക്കി എന്നുള്ളത് നമ്മൾ കണ്ടു. അതിനെ തുടർന്നാണ് ഇപ്പോ ഈ കാണുന്നത്. കഴിഞ്ഞ ദിവസം RSSന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് CJP എന്ന് പറയുന്ന പാർട്ടിക്ക് പുറകിൽ രാജ്യത്തെ ഇടതുപക്ഷമുണ്ട്, കമ്മ്യൂണിസ്റ്റുകളുണ്ട്, SFI ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ പറഞ്ഞ് ഒരു നരേശം സൃഷ്ടിച്ച് ഇവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുകയാണ്. ജാള്യത മറച്ചു പിടിക്കാൻ പരിശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള ശ്രമത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ആ സമര പോരാട്ടത്തിന്റെ നേതൃത്വമായി നിന്ന JNUവിന്റെ മുൻ പ്രസിഡന്റായിരുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി, ഡൽഹി ഘടകത്തിന്റെ സെക്രട്ടറി, അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ഐഷി ഘോഷിനെ CPM-ന്റെ ആസ്ഥാനത്ത് കയറി പിടിക്കാൻ ഇവർ ധൈര്യം കാണിക്കുന്നത്. അവരോട് സൂചിപ്പിക്കാനുള്ളത്, ഈ രാജ്യം സംഘപരിവാരത്തിനെതിരാണ്, അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിനെതിരാണ്. നിങ്ങൾ ഈ രാജ്യത്ത് ചെയ്ത എല്ലാ തോന്നിവാസങ്ങളെയും തെരുവിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ സമരത്തിൽ പങ്കെടുത്ത നേതാക്കന്മാരെ അടർത്തി മാറ്റി അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാൽ നിങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന പ്രക്ഷോഭങ്ങളിൽ നിന്ന് ഈ രാജ്യം പുറകോട്ട് പോകുമെന്നാണ് കരുതുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഈ രാജ്യം ഒറ്റക്കെട്ടായി സംഘപരിവാരത്തിന് മുട്ടുകുത്തിക്കുന്ന ഐതിഹാസികമായ പോരാട്ടത്തിന് ഈ തെരുവിലുണ്ടാകും എന്ന് മാത്രമാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഈ പ്രതിഷേധങ്ങളിൽ നിന്നെല്ലാം ഈ സംഘപരിവാരവും അതിനെ നിയന്ത്രിക്കുന്ന RSSുമെല്ലാം ഉൾക്കൊള്ളേണ്ടത്, ഈ സമരത്തെ അടിച്ചമർത്താൻ, ഈ സമരത്തെ ഇല്ലാതാക്കാൻ നിങ്ങൾ അധികാരത്തെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് വന്നാൽ ഈ സംഘപരിവാരത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഭരണ സംവിധാനം, രാജ്യഭരണം അവസാനിക്കുന്ന നാൾ അതിവിദൂരമല്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ പ്രതിഷേധ യോഗത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. ലാൽ സലാം.